റേഡിയോ സ്റ്റാർ ശ്രോതാക്കൾക്ക് നേരിട്ട് സ്റ്റുഡിയോയിലെത്തി റേഡിയോ സ്റ്റാർ ആകുവാൻ വോയ്സ് ഓഫ് കേരള 1152 AM അവസരമൊരുക്കുന്ന വേദി റേഡിയോ സ്റ്റാർ. റേഡിയോ സ്റ്റാർ ഓൺലി ഓൺ വോയ്സ് ഓഫ് കേരള 1152 AM. അസ്സലാമു അലൈക്കും, നമസ്കാരം ആൻഡ് ഗുഡ് ഈവനിങ്. പ്രിയ ശ്രോതാക്കളെ, എല്ലാ ആഴ്ചയും ഗൾഫിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ വോയിസ് ഓഫ് കേരള 105 ശ്രോതാക്കൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെ നിന്നൊക്കെ അവതാരകരായിട്ട് ശ്രോതാക്കളെത്തുന്ന വേദിയാണ് ഇത് റേഡിയോ സ്റ്റാർ. ഇക്കുറി റേഡിയോ സ്റ്റാറിൽ എത്തുന്നത് ഇന്ന് പരസ്യത്തിൽ കേട്ടതുപോലെ തന്നെ വളരെ വ്യത്യസ്തതയുള്ള ഒരു ശ്രോതാവാണ്. പ്രായം കൊണ്ട് വളരെ കുറവ്, കാരണം 6ാം ക്ലാസ് വിദ്യാർത്ഥിനി മാത്രമാണ് ഈ ഒരു ശ്രോതാവെന്ന് പറയുന്നത്. പേരെന്താണെന്നറിയാമോ? അഞ്ജന. അപ്പോൾ അഞ്ജന ദമാമിൽ നിന്നാണ് എത്തുന്നത്. ദമാം ഇൻ്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അഞ്ജന എന്ന് പറയുന്നത്. ആറ്റിങ്ങൽ സ്വദേശിയാണ്. അച്ഛനും അമ്മയും മറ്റ് ബന്ധുമിത്രാദികളുമൊക്കെ എത്രത്തോളം പ്രോത്സാഹനം കൊടുത്തൊരു പാട്ടുകാരിയാക്കുകയാണ് അഞ്ജനയെ അങ്ങനെയാണ് വളർത്തിക്കൊണ്ട് വരുന്നത്. എനിക്ക് വ്യക്തിപരമായിട്ട് ഏറ്റവും വലിയ സന്തോഷം തോന്നിയത് ഇങ്ങനെ ഒരു പ്രോഗ്രാം കേട്ടിട്ട് എനിക്ക് ഇതിൽ പങ്കെടുക്കണമെന്നുള്ള ഒരു താല്പര്യം അറിയിച്ചതാണ്. സ്കൂൾ യാത്രക്കിടയിലാണ് അഞ്ജന റേഡിയോ കേൾക്കാറ്, പിന്നെ ആ സമയം കിട്ടുമ്പോഴൊക്കെ. അങ്ങനെ അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, റിജി മോൾക്ക് പങ്കെടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അഞ്ജനയ്ക്ക് സൗദി അറേബ്യയിലെ നമ്മുടെ വോയിസ് ഓഫ് കേരള 105 AM സ്റ്റുഡിയോയിൽ വോയിസ് റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനമുണ്ടാക്കി. ഞാൻ കൂടെയില്ല എന്നേ ഉള്ളൂ, പക്ഷേ അഞ്ജന സ്വന്തമായിട്ട് അത് അവതരിപ്പിച്ച് അയച്ചിരിക്കുകയാണ്. ഒപ്പം അഞ്ജന അവതരിപ്പിച്ച സ്ക്രിപ്റ്റ്, അതിൻ്റെ ഒരു പ്രിൻ്റ് കോപ്പി എനിക്ക് അയച്ചു തന്നു. അഞ്ജന പാടിയ പാട്ടുകൾ അയച്ചു തന്നു. ഇതൊക്കെ എത്ര കോർഡിനേറ്റ് ചെയ്തിട്ടാണ് വളരെ സ്പഷ്ടമായിട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, വ്യക്തിപരമായുള്ള സന്തോഷം. ഞാനിങ്ങനെ ഒരു പരിപാടി, അല്ലെങ്കിൽ വോയിസ് ഓഫ് കേരള ഇങ്ങനെ ഒരു പരിപാടി പ്ലാൻ ചെയ്യുമ്പോൾ റേഡിയോ സ്റ്റാർ എന്ന് പറഞ്ഞ ശ്രോതാക്കൾ ചെയ്യേണ്ടിയിരുന്നത് ഇങ്ങനെ തന്നെയാണ്. അതായത് ഇന്ന് അഞ്ജന ചെയ്യുന്ന പോലെ സ്വന്തമായിട്ട് പറയാനുള്ളത് പറയുക, അത് എഴുതി തയ്യാറാക്കി വേണമെങ്കിൽ വായിക്കാം, അല്ലെങ്കിൽ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയാം. അങ്ങനെ ഒരു കോൺസെപ്റ്റിലാണ് ഞങ്ങൾ വോയിസ് ഓഫ് കേരള 105 AM റേഡിയോ സ്റ്റാർ ആകുവാൻ വേണ്ടി ശ്രോതാക്കളെ ക്ഷണിച്ചത്. അത് അക്ഷരാർത്ഥത്തിൽ സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു സന്തോഷം വ്യക്തിപരമായിട്ട് എനിക്കുണ്ട്. നിങ്ങൾ അഞ്ജനയുടെ എല്ലാ എപ്പിസോഡുകളും കേൾക്കണം. ഇന്നത്തെ എപ്പിസോഡ് കൊണ്ട് വിശേഷങ്ങൾ പൂർത്തിയായില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ചയിൽ കേൾക്കണം. അഭിപ്രായം അറിയിക്കണം. ഒരു കൊച്ചുകുട്ടി, 6ാം ക്ലാസ്സിലെ കുട്ടി എന്നുള്ള നിലയിലും പിന്നെ നമ്മുടെ ശ്രോതാവ് എന്നുള്ള നിലയിലും അഞ്ജന ഈ ഒരു റേഡിയോ സ്റ്റാർ എന്നുള്ള ഒരു വേദി ഉപയോഗപ്പെടുത്തുന്നത് നിങ്ങൾ ആസ്വദിക്കണം. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് ക്ഷമിച്ചും സഹിച്ചും പുറത്തും അഞ്ജനയ്ക്ക് ഭാവിയിൽ വലിയൊരു ഗായികയായിട്ട് മാറാനുള്ള നിർദ്ദേശങ്ങളായിട്ട് അത് അറിയിക്കുകയും വേണം. reji@radiovok.com എന്നുള്ള ഇമെയിൽ വിലാസത്തിൽ. ഞാൻ എല്ലാ എപ്പിസോഡിലും അഭിപ്രായം അറിയിക്കാൻ പറയുമെങ്കിലും ഇത് കുറച്ചുകൂടി വിശദമായിട്ട് പറയുന്ന അഭിപ്രായം അറിയിക്കുക തന്നെ വേണം. കാരണം ആ കുട്ടി എത്ര മനോഹരമായിട്ടാണ് ഈ ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചിരിക്കുന്നത് സ്വന്തമായിട്ട് എന്ന് നമുക്ക് കേൾക്കാം. അതിന് സഹായിച്ച അച്ഛനെയും അതുപോലെ തന്നെ ബന്ധുക്കളെയും നമ്മുടെ വോയിസ് ഓഫ് കേരള സൗദി അറേബ്യ സ്റ്റുഡിയോ പ്രവർത്തകരെയും ഒക്കെ നമുക്ക് അഭിനന്ദിക്കാം. ഇനി നമുക്ക് സ്വീകരിക്കാം വോയിസ് ഓഫ് കേരള 105 AM ശ്രോതാക്കൾക്ക് അവസരമൊരുക്കുന്ന റേഡിയോ സ്റ്റാർ എന്ന വേദിയിലേക്ക്. ഓൾ ദ വേ ഫ്രം ദമാം, അഞ്ജന JB. വോയിസ് ഓഫ് കേരള 1152 AM ശ്രോതാക്കൾക്ക് എൻ്റെ വിനീത നമസ്കാരം. ഒരു റേഡിയോ സ്റ്റാറായി നിങ്ങളുടെ മുൻപിൽ എത്തുവാൻ അവസരമുണ്ടാക്കി തന്ന വോയിസ് ഓഫ് കേരള 1152 AMനോട് ഞാനൊരു പ്രത്യേക നന്ദി അറിയിക്കുന്നു. നാട്ടിൽ ആറ്റിങ്ങലിലാണ് അച്ഛൻ്റെ സ്ഥലം. അമ്മയുടെ നാട് കിളിമാനൂരിനടുത്ത് പേടികുളം. ഞങ്ങൾ താമസിക്കുന്നത് പേടികുളത്തെ സരസ്വതി ഭവനിലാണ്. സരസ്വതി എൻ്റെ അമ്മയുടെ അമ്മ അമ്മുമ്മയുടെ പേരാണ്. സരസ്വതി അമ്മുമ്മയെ ഞാൻ കണ്ടിട്ടില്ല. സരസ്വതി ഭവന്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അമ്മുമ്മ ഞങ്ങളെ വിട്ടുപോയി. ചേട്ടന്റെ പേര് അഭിജിത്ത്. നമ്മുടെ വീടിന്റെ പേര് അഞ്ജനം എന്നും എനിക്ക് അഞ്ജന എന്നുമാണ് പേരിടാൻ ഉദ്ദേശിക്കുന്നതെന്ന് അമ്മുമ്മയോട് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അച്ഛൻ എനിക്ക് അഭിരാമി എന്ന പേരിടുവാനായിരുന്നു താല്പര്യം. പക്ഷേ പിന്നെ ഒരു പേര് മാറ്റത്തെക്കുറിച്ച് ആലോചിക്കുവാൻ അമ്മുമ്മ ഇല്ലാത്തതിനാൽ എൻ്റെ പേര് അഞ്ജന JB എന്ന് ഉറപ്പിച്ചു. ദമാം ഇൻ്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിൽ 6th സ്റ്റാൻഡേർഡിലാണ് ഞാൻ പഠിക്കുന്നത്. സ്കൂളിൽ
കൊണ്ടാക്കുന്നതും വിളിച്ചു കൊണ്ടുവരുന്നതും അച്ഛനാണ്. അങ്ങോട്ട് പോകുമ്പോൾ മോർണിംഗ് വോയിസും തിരിച്ചു വരുമ്പോൾ മോസ്റ്റ് വാണ്ടഡുമാണ് കേട്ടുകൊണ്ട് വന്നിരുന്നത്. മോസ്റ്റ് വാണ്ടഡ് ഈ ജനുവരി മുതൽ നിർത്തിയത് ഞങ്ങൾക്ക് വിഷമമായി. ഞങ്ങളുടെ അനുഭവ കഥകൾ നാം എഴുതി അറിയിച്ചത് വളരെ ഭംഗിയായി ഷിബു അങ്കിളും നൂറാൻഡിയും അവതരിപ്പിച്ചത് കേട്ട് നാട്ടിലുള്ള ബന്ധുക്കൾ പോലും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഷിബു അങ്കിളും നൂറാൻഡിയുമായി നല്ല കൂട്ടാണ്. രജി അങ്കിളുമായി കൂട്ടായി വരുന്നതേ ഉള്ളൂ. ചേട്ടൻ 10th പഠിക്കുന്നത്. ആയതിനാൽ മറ്റു പ്രോഗ്രാമുകൾക്കൊന്നും അങ്ങനെ പോകാറില്ല. എങ്കിലും കിട്ടുന്ന അവസരങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. ഞാൻ വളരെ കുഞ്ഞിലെ മുതൽ തന്നെ പാടുമായിരുന്നു എന്ന് അച്ഛനും അമ്മയും പറഞ്ഞു കേട്ടിട്ടുണ്ട്. മാത്രമല്ല, അന്ന് ഞാൻ പാടിയ ഗാനം അച്ഛൻ മൊബൈലിൽ റെക്കോർഡ് ചെയ്തത് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കാണുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് 3 വയസ്സുള്ളപ്പോൾ ഞാൻ ആദ്യമായി പാടിയ ആ പാട്ടായിരുന്നു എന്റെ ഖൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവച്ചൊരെൻ മുല്ലമുട്ടിലൂറും അത്തറൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാരാ, സുൽത്താന്റെ ചേലുകാരാ. എന്റെ പേര് അഞ്ജന ജെബി. ദമാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിൽ 6th സ്റ്റാൻഡേർഡിലാണ് ഞാൻ പഠിക്കുന്നത്.
ദമാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിൽ 6th സ്റ്റാൻഡേർഡിലാണ് ഞാൻ പഠിക്കുന്നത്. വയസ്സായപ്പോൾ മുതൽ പാട്ട് പഠിക്കുവാൻ പോയി തുടങ്ങി. സോമശേഖരൻ മാഷായിരുന്നു സംഗീതാധ്യാപകൻ. മാഷിന്റെ ക്ലാസ് നല്ല രസമാണ്. തമാശകളോടൊപ്പമാണ് മാഷ് ക്ലാസ് കൊണ്ട് പോകുന്നത്. ക്ലാസ് തുടങ്ങുന്നതും അവസാനിക്കുന്നതും അറിയാറേയില്ല. ഞാനും എന്റെ ചേട്ടൻ അഭിജിത്തും കൂടിയായിരുന്നു പാട്ട് പഠിക്കുവാൻ പോയിരുന്നത്. മാഷ് ഒരു തികഞ്ഞ ഗുരുവായൂർ ഭക്തൻ കൂടിയാണ്. ആയതിനാൽ അടുത്ത ഗാനം എന്റെ മാഷിനായി ഞാൻ സമർപ്പിക്കുന്നു. കേശാദിപാദം തൊഴുന്നേൻ കേശവ, കേശാദിപാദം തൊഴുന്നേൻ, കേശാദിപാദം തൊഴുന്നേൻ കേശവ, കേശാദിപാദം തൊഴുന്നേൻ. പീലിച്ചുരുൾ മുടിയും നീലത്തിരൂവുടലും ഫാലത്തൊടു കുറിയും താണു തൊഴുന്നേൻ കേശാദിപാദം തൊഴുന്നേൻ കേശവ, കേശാദിപാദം തൊഴുന്നേൻ. എന്റെ പേര് അഞ്ജന ജെബി. ദമാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിൽ 6th സ്റ്റാൻഡേർഡിലാണ് ഞാൻ പഠിക്കുന്നത്. റേഡിയോ സ്റ്റാർ
ശ്രോതാക്കൾക്ക് നേരിട്ട് സ്റ്റുഡിയോയിലെത്തി റേഡിയോ സ്റ്റാർ ആകുവാൻ, അവതാരകരാകുവാൻ വോയിസ് ഓഫ് കേരള 1152 AM അവസരമൊരുക്കുന്ന വേദി റേഡിയോ സ്റ്റാർ. എന്റെ പേര് അഞ്ജന JV. ദമാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിൽ 6th സ്റ്റാൻഡേർഡിലാണ് ഞാൻ പഠിക്കുന്നത്. ഇതിനിടയിൽ എനിക്ക് ദമാമിൽ വച്ച് നടന്ന ജയ്ഹിന്ദ് ടിവിയുടെ ഓഡീഷനിൽ പങ്കെടുക്കുവാൻ ഒരു അവസരം ലഭിച്ചു. അതിൽ വിജയിക്കുകയും ചെയ്തു. ഞാൻ ആദ്യമായി ഒരു ടെലിവിഷൻ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തത് ജയ്ഹിന്ദ് ടിവിയുടെ മയിൽ പീലിയിലൂടെയാണ്. അന്ന് അതിനവസരം ഉണ്ടാക്കി തന്ന ഷിഹാബ് അങ്കിളിനെയും മുജീബ് അങ്കിളിനെയും ഒബൈദ് അങ്കിളിനെയും ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. പ്രത്യേകിച്ചും ഷിഹാബ് അങ്കിൾ മാപ്പിള ഗാനങ്ങളെ സംബന്ധിച്ച് കുറെ അറിവുകൾ പറഞ്ഞു തന്ന വ്യക്തി കൂടിയാണ്. അന്ന് ഞാൻ ആദ്യമായി പാടി ടെലിവിഷനിൽ വന്ന മാപ്പിള പാട്ടായിരുന്നു കരയാനും പറയാനും മനം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ലാത്തോനേന്റെ കരളിന്റെ ഒരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണമെന്റെ തമ്പുരാനേ. കരയാനും പറയാനും മനം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ലാത്തോനേന്റെ കരളിന്റെ ഒരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണമെന്റെ തമ്പുരാനേ. കരയാനും പറയാനും മനം തുറന്നിരക്കാനും ദമാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിൽ 6th സ്റ്റാൻഡേർഡിലാണ് ഞാൻ പഠിക്കുന്നത്. ആകാശം ഭൂമിയെല്ലാം പടയ്ത്ത് നീ ഭരിച്ച് അളവറ്റോരത്ഭുതങ്ങൾ അവയിൽ നീ നിറച്ച് എല്ലാം നിൻ കുതിരത്തിൻ കരങ്ങളാൽ ചലിച്ച് അല്ലാക്കിൻ കതിരോർത്തിട്ടെന്റെ മനം തുടിച്ച് എത്തിര എത്തിര അനന്തഗോളങ്ങൾ ഈ ദുനിയാവിൽ. അതുകഴിഞ്ഞ് മയിൽപീലിയുടെ സെമി ഫൈനലിൽ എത്തിയപ്പോൾ അവിടെ ഡ്യുവറ്റ് സോങ് ആയിരുന്നു ആവശ്യം. ഡ്യുവറ്റ് പാടാൻ ഒരാളെ കണ്ടെത്തേണ്ടി വന്നപ്പോൾ എനിക്ക് പ്രോത്സാഹനം തന്ന് പുറകെ നിന്നിരുന്ന ചേട്ടൻ അഭിജിത്തിനെ ഞാൻ നിർബന്ധിച്ച് കൂടെ കൂട്ടി ഞങ്ങൾ ഡ്യുവറ്റ് പാടി. അങ്ങനെ അതിന്റെ ആദ്യ ഡ്യുവറ്റ് സോങ് ആവുകയാണ്. ഒട്ടകങ്ങൾ വരി വരി വരിയായി, കാരയ്ക്ക മരങ്ങൾ നിര നിര നിരയായി, ഒട്ടിട വീട്ടുയരത്തിൽ മലയുള്ള മരുഭൂമി വിലസിടുന്നു.
ഗൾഫിലുടനീളമുള്ള ശ്രോതാക്കൾ regie@radiovok.com എന്ന ഇമെയിൽ വിലാസത്തിൽ ബന്ധപ്പെടുക. റേഡിയോ സ്റ്റാർ only on Voice of Kerala 1152 AM. റേഡിയോ സ്റ്റാർ വോയിസ് ഓഫ് കേരള 1152 AM ശ്രോതാക്കൾക്ക് എന്റെ വിനീത നമസ്കാരം. എന്റെ പേര് അഞ്ജന. ദമാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിൽ 6th സ്റ്റാൻഡേർഡിലാണ് ഞാൻ പഠിക്കുന്നത്. എറണാകുളത്തെ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ വച്ചായിരുന്നു എൻ്റെ ആദ്യ ഓഡിയോ CD റെക്കോർഡിംഗ്. ജൂലൈ മാസത്തിലാണ് നാം വെക്കേഷനായി നാട്ടിൽ പോകാറുള്ളത്. ഞങ്ങൾ നാട്ടിലെത്തി 1 മാസം കഴിയുമ്പോഴാണ് അച്ഛൻ നാട്ടിലെത്തുക. അന്നത്തെ എൻ്റെ റെക്കോർഡിംഗ് സമയം രാവിലെ 11 മണിയായിരുന്നു. ഞങ്ങൾ വെളുപ്പിന് 2 മണിക്ക് പേടികുളത്ത് നിന്ന് യാത്ര തിരിച്ചു. രാവിലെ 7 മണിക്ക് അവിടെ എത്തി. കുളിച്ച് ഫ്രഷായി കാപ്പിയെല്ലാം കുടിച്ചിട്ട് റെക്കോർഡിങ്ങിനെത്താം എന്നായിരുന്നു പ്ലാൻ. ഞങ്ങൾ എറണാകുളത്ത് എത്തിയിട്ടുണ്ടെന്ന കാര്യം സോമശേഖരൻ സാറിനെ വിളിച്ചറിയിച്ചപ്പോൾ സാർ പറഞ്ഞു, നേരെ സ്റ്റുഡിയോയിലേക്ക് എത്തിക്കോളൂ, നമുക്ക് റെക്കോർഡിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങാം. നേരത്തെ സമയം കൊടുത്തിരുന്ന ആൾ താമസിക്കും എന്ന് വിളിച്ചറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ കാപ്പിയൊന്നും കുടിക്കുവാൻ നിന്നില്ല, അപ്പോൾ തന്നെ തുടങ്ങി. 2-2.5 മണിക്കൂർ എടുത്തു. അന്ന് ഞാനും ചേട്ടനും ഒന്നിച്ചാണ് CD-യിൽ പാടിയത്. ഉണ്ണിക്കണ്ണായെന്റെ തമ്പുരാനേ, വന്നെന്റെ മുൻപിൽ വിളങ്ങിടേണേ. ഉണ്ണിക്കണ്ണായെന്റെ തമ്പുരാനേ, വന്നെന്റെ മുൻപിൽ വിളങ്ങിടേണേ. മർത്യമനസ്സിന്റെ കൂരിരുൾ നീക്കി നീ ഇത്തിരി വെട്ടം പകർന്നിടേണേ. മർത്യമനസ്സിന്റെ കൂരിരുൾ നീക്കി നീ ഇത്തിരി വെട്ടം പകർന്നിടേണേ. ഇന്ന് ഗാനം എൻ്റെ അമ്മുമ്മ കെ ഭാരതി അമ്മയ്ക്കായി സമർപ്പിക്കുന്നു. ഉണ്ണിക്കണ്ണായെന്റെ തമ്പുരാനേ, മനസ്സിന്റെ കൂരിരുൾ നീക്കി നീ ഇത്തിരി വിട്ടം പകർന്നിടേണേ. ശ്രോതാക്കൾക്ക് നേരിട്ട് സ്റ്റുഡിയോയിലെത്തി റേഡിയോ സ്റ്റാർ ആകുവാൻ, അവതാരകരാകുവാൻ വോയിസ് ഓഫ് കേരള 1152 AM അവസരമൊരുക്കുന്ന വേദി റേഡിയോ സ്റ്റാർ. പങ്കെടുക്കുവാൻ ഗൾഫിലുടനീളമുള്ള ശ്രോതാക്കൾ regie@radiovok.com എന്ന ഇമെയിൽ വിലാസത്തിൽ ബന്ധപ്പെടുക. റേഡിയോ സ്റ്റാർ ഓൺലി ഓൺ വോയിസ് ഓഫ് കേരള 1152 AM. പ്രിയരെ, ദമാമിലെ, സൗദി അറേബ്യയിലെ ദമാമിലെ ശ്രോതാവ്, കൊച്ചു ശ്രോതാവ്, 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിട്ടുള്ള, അതായത് ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ദമാമിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിട്ടുള്ള അഞ്ജന JB ആണ് ഇന്ന് റേഡിയോ സ്റ്റാർ എന്നുള്ള വേദിയിൽ അവതാരകയായിട്ടുള്ളത്. അഞ്ജനയുടെ ഒരു പാട്ട് കൂടി കേൾക്കാം. അഞ്ജനയുടെ ഇഷ്ടഗാനമാണ് ഇത്.
ये काली काली आंखें, ये गोरे गोरे गाल, ये तीखी तीखी नजरें, ये हिरनी जैसी चाल, ये काली काली आंखें, ये गोरे गोरे गाल, ये तीखी तीखी नजरें,